ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ സൈനിക നടപടി തുടരുന്നു. 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചു. രജൌരിയും ഭീകരാക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഒരു സൈനികന് പരിക്കേറ്റു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണനാണ് ചേരുന്നത്. ആർക്കെ 2 ഭീകരാക്രമണം ഉണ്ടാകുന്നു. സൈനിക നടപടി ഇപ്പോഴും തുടരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന സൂചനയുമുണ്ടല്ലോ. ക്രിസ്റ്റിന, ഈ 2 ഇടങ്ങളിലാണ് ഇന്നലെ നമ്മുടെ രണ്ടിടങ്ങളിലുമായിട്ട് 2 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് കാരണമാകുന്ന വിധത്തിലേക്ക് ഈ ഭീകരരുടെ ആക്രമണം ഉണ്ടായത്. ജമ്മുകാശ്മീരിലെ ഈ കുൽഗാമിൽ മാത്രം 6 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 2 ഇടങ്ങളിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 6 ഭീകരരെ വധിക്കാനായിട്ട് സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6ഓളം പേർ കൂടി വിവിധ മേഖലകളിൽ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. മോർഗാമിലാണ് കൂടുതൽ പേരും ഉള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഭീകരരെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യും എന്നാണ് സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സേനയ്ക്ക് പുറമെ CRPFും ജമ്മുകാശ്മീർ പോലീസും ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ട്, സംയുക്ത സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അതിന് സമാനമായിട്ട് രജൌരിയിൽ ഇന്ന് രാവിലെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയും നടക്കുകയാണ്. ഏതാണ്ട് 6 ഭീകരരുണ്ട് ആ സംഘത്തിൽ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ ആ മേഖലയിൽ പുരോഗമിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതിർന്ന സേനാ ഉദ്യോഗസ്ഥരുമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിന്യാസം ആ മേഖലയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതടക്കമുള്ള നടപടികളും ഉണ്ടാകും. ക്രിസ്റ്റീന, ശരി. കുൽഗാമിലും രജൌരിയിലും സൈനിക നടപടി തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്.